നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ FA കപ്പ് ഫോർത്ത് റൗണ്ടിൽ ടോട്ടനാം എവേ മത്സരത്തിൽ മാൻ സിറ്റി ഒരു 1-0 വിക്ടറി കരസ്ഥമാക്കുകയുണ്ടായി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആകുമെന്ന പ്രതീക്ഷയിലാണ് ഇരുന്നത്. അങ്ങനെ രണ്ട് അറ്റാക്കിംഗ് സ്റ്റൈൽ കളിക്കുന്ന രണ്ട് കോച്ചുകൾ, ആംഗയുടെ ബോൾ കൂടെ പെപ് ഗാർഡിയോളയും കൂടെ ആകുമ്പം ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്ത മത്സരത്തിൽ അന്യായ ആൻറ്റി ക്ലൈമാക്സ് ഫിനിഷൊക്കെ ആയിരുന്നു. ആ ഒരു കോൺട്രവേഴ്സ്യൽ ഫൈനൽ മൂവും ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ഡ്രോ ആയ മത്സരമൊക്കെ. അനദർ ഇൻട്രസ്റ്റിംഗ് മാച്ച് പ്രതീക്ഷിച്ച്, ഫ്രീ ഫ്ലോയിങ് മാച്ച് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ മാച്ച് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ ഒരു ഡോമിനേഷൻ ആയിരുന്നു എന്ന് മേ ബി പറയാൻ പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോബബ്ലി ആംഗയുടെ so far the worst performance attacking wise, the worst performance of Tottenham under Ange Postecoglou. Defensively one of the solid performance എന്ന് പറയാം. പക്ഷേ ഡിഫെൻസീവ്ലി ഇതിനേക്കാളും വേഴ്സ് പെർഫോമൻസുകൾ ഓവറോൾ ടീം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതായത് ഒരു ഓവറോൾ വേഴ്സ് പെർഫോമൻസ് എന്ന് പറയുന്നില്ല. പക്ഷേ അറ്റാക്കിംഗ് സീക്വൻസുകൾ നോക്കുകയാണെങ്കിൽ ദ വേഴ്സ് പെർഫോമൻസ് ഫ്രം ആംഗെ പോസ്റ്റെക്കോഗ്ലൂസ് ടോട്ടനാം സൈഡ്. ടോട്ടനാം ക്രിയേറ്റഡ് നത്തിങ്. നമ്മൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 0.53 എങ്ങാണ്ടായിരുന്നു എക്സ്പെക്റ്റഡ് ഗോൾസ്. അതേസമയം സിറ്റിയുടെ 2.41 അങ്ങനെ എങ്ങാണ്ടുണ്ടായിരുന്നു. ആൻഡ് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് ടോട്ടനാം എടുത്തത്. ഒറ്റ ഷോട്ടേ എടുത്തുള്ളൂ. അത് ഓൺ ടാർഗറ്റ് ഒറ്റ ഷോട്ടേ സത്യം എടുത്തിട്ടുള്ളൂ. 2 കോർണേഴ്സ്. അതേസമയത്ത് സിറ്റി 5 ഷോട്ട് ഓൺ ടാർഗറ്റ്, 14 കോർണേഴ്സ്. എന്ന് പറഞ്ഞാൽ സിറ്റിയുടെയും കംപ്ലീറ്റ് ഡോമിനൻറ്റ് പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു. അത്യാവശ്യം നല്ലപോലെ തന്നെ പോസ്റ്റെക്കോഗ്ലൂവിൻ്റെ സൈഡ് ഡിഫെൻഡ് ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പോസ്റ്റെക്കോഗ്ലൂവിൻ്റെ തൻ്റെ സ്റ്റാർട്ടിങ് ബാക്ക് ഫോർ തന്നെ ഇറക്കാൻ പറ്റിയ ഉഡ്ഗോയിനെയും പോറോയിനെയും അതുപോലെ തന്നെ റൊമേറോയിനെയും മിക്കി വാൻഡോയിനെയും ഉൾപ്പെടെ ഇറക്കാൻ പറ്റി. ഫ്രണ്ടിൽ ഹോയ്ബർഗും അതുപോലെ തന്നെ ബെൻഡാങ്കവറുമാണ് ആ ഒരു പിവറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട് നമുക്കറിയാം ബിസൂമനെ ശരിക്കും ഈ ടീം മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ബോൾ ക്യാരി ചെയ്യാനായിട്ടും ഫ്രീ ഫ്ലോയിൽ മൂവ് ചെയ്യാനായിട്ടും ഹോയ്ബർഗിനെ കൊണ്ട് അത് പറ്റുന്നില്ല. ഹോയ്ബർഗ് ഈസ് നോട്ട് ദാറ്റ്. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ഹോയ്ബർഗിൻ്റെ നമ്മൾ കണ്ടു വൈ പോസ്റ്റെക്കോഗ്ലൂ ഡോണ്ട് ട്രസ്റ്റ് ഹോയ്ബർഗ് ദാറ്റ് മച്ച് എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇറക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5-ാം മിനിറ്റിൽ തന്നെ സിറ്റി സ്കോർ ചെയ്യുകയാണ്. കായ് വോക്കറിൻ്റെ ഒരു ബ്രില്യൻ മൂവ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നു. ഫോർഡൻ്റെ ഷോട്ടാണെങ്കിൽ വിക്കാരിയോ സേവ് ചെയ്യുന്നു. ഓസ്കർ ബോബ് അങ്ങോട്ട് വരികയാണ്. ഓസ്കർ ബോബ് ഗോൾ ഫിനിഷ് ചെയ്യുകയാണ് സേവ് ചെയ്തത്. അത് ഓഫ് സൈഡ് വിളിക്കുകയാണ്. VAR നല്ല സമയമെടുത്ത് ചെക്ക് ചെയ്തു. ഒരു മാർജിനലായിട്ട് ഓഫ് സൈഡ് ആയിരുന്ന ആൾ. ലക്കിലി ടോട്ടനാം എസ്കേപ്പ് ആവുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും നടക്കുന്നില്ല. സിറ്റിയുടെ കുറച്ച് നല്ല പാസിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും ഫൈനൽ തേർഡ് വന്നിട്ട് സിറ്റി അത് വേസ്റ്റ് ആക്കുവാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. രണ്ട് ടീമുകളും മിസ് പാസുകൾ നടത്തുന്നു. ആരും അങ്ങോട്ട് ഒരു 56% പൊസിഷൻ സിറ്റിക്ക്, 44 ഫോർ ടോട്ടനാം ആയിരുന്നു ഓവറോൾ ഈ മാച്ചിൽ. ആരും അങ്ങോട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഗാർഡിയോളിൻ്റെ ഒരു ഷോട്ട് വെളിയിലോട്ട് പോകുന്നു. ആൻഡ് കളി അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ഫോർഡൻ്റെ ഒരു ഷോട്ട് ഒരു നല്ലൊരു ബിൽഡപ്പിലൂടെ മറ്റുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്കർ ബോബ് ഒരു ഷോട്ട് എടുക്കാനായിട്ട് പോവുകയാണെന്ന് പെഡ്രോ പോറോ വന്ന് ഡിഫെൻഡ് ചെയ്യുകയാണ്. പെഡ്രോ പോറോ ഒരു സൂപ്പർ ടാക്കിളായിരുന്നു. മേ ബി അത് കറക്റ്റായിട്ട് പെഡ്രോ പോറോ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ സിറ്റി ലീഡ് എടുത്താൽ 1.5 എന്താ പറയുക ബ്ലോക്കായിരുന്നു പെഡ്രോ പോറോയുടെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടനാം രക്ഷപ്പെടുന്നു. അങ്ങനെ 0-0 ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫിൽ ഫോർഡൻ്റെ ഒരു ഷോട്ട് വിക്കാരിയെ സേവ് ചെയ്യുന്നുണ്ട്. വിക്കാരിയെ സേവ് ചെയ്യല്ല, അടിച്ച് ജസ്റ്റ് വെളിയിലോട്ട് പോവുകയാണ്. അല്ലാതെ സിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പുറത്ത് ടോട്ടനാം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുകയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പം സെയിം അവസ്ഥ. ബോൾ രണ്ട് ടീമും പതുക്കെ ബിൽഡപ്പ് ചെയ്യുന്നു. ഫൈനൽ തേർഡിലെത്തിയിട്ട് ഭയങ്കര ശോകം. രണ്ട് ടീമും ടോട്ടനാം ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് സിറ്റി ഫൈനൽ തേർഡിലോട്ടെല്ലാം വരുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ടോട്ടനാമിലെ കായ് വോക്കർ വേർണറിനെ പിടിക്കുന്നൊരു സീനുണ്ടായിരുന്നു. ട്രാക്ക് ബാക്ക് ചെയ്ത് വേർണറിനേക്കാളും പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിപ്പിക്കുന്നത്. ഈ പ്രായത്തിനും തനിക്ക് പേസ് ഉണ്ടടാ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ്. വോക്കർ ഇന്നലെ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ്. അവിടെ നിന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്കർ ബോബിൻ്റെ ഒരു വണ്ടർഫുൾ ക്രോസ് വരികയാണ്. അൽവാറസിലോട്ട് വരികയാണ്. അൽവാറസ് അത് മിസ്സാക്കുകയാണ്. ഒരു സിറ്റർന്ന് തന്നെ പറയാം. അൽവാറസിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അൽവാറസ് അത് ഫിനിഷ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നില്ല. അത് വെളിയിലോട്ട് അടിച്ച് കളയുകയാണ്. അങ്ങനെ വീണ്ടും സിറ്റി ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ്. അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു. അപ്പോഴേക്കും ഡിബ്രൂയിനെ ഇറക്കുന്നു. അൽവാറസിനെയും ഓസ്കർ ബോബിനെ വലിച്ചിട്ട് ഡിബ്രൂയിനെയും ഡോക്കുവിനെ ഇറക്കുന്നു. അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാഡിൻസൺ വരുന്നുണ്ട്, സ്കിപ്പ് വരുന്നുണ്ട്. അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് അവസാനത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 80-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു, 80-ഓ 81-ാം മിനിറ്റിലോ മറ്റോ
ഒരു ഹോയ്ബർഗിൻ്റെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് വരികയാണ്. എനിക്കൊന്നൊരു ഡോക്കു കട്ട് ബാക്ക് ചെയ്യുന്നത് ഹോയ്ബർഗിന് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്നു ആൾ, പക്ഷേ അത് മിസ്സാവുകയാണ്. ആ ക്ലിയർ ചെയ്യുന്ന ഒരു വൈൽഡ് സ്വിങ് എടുക്കുന്നത് മിസ്സാവുകയാണ്. നേരെ നമ്മൾ ബെർണാഡോ സിൽവയിലോട്ട് വരികയാണ്. ബെർണാഡോ സിൽവയുടെ ഷോട്ട് നേരെ നമ്മൾ വിക്കാരിയുടെ കയ്യിലോട്ടാണ് ചെല്ലുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയുന്നത് ഗോളാവുമായിരുന്നു. ഹോയ്ബർഗിൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് തൊട്ടടുത്ത നിമിഷം, സോ ഡിബ്രൂയിൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം ഹോയ്ബർഗ് എന്താണ് കാണിച്ചതെന്ന് അറിയത്തില്ല, ബാക്കിൽ നിന്ന് ടോട്ടനാം ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ വളരെ അൺകംഫർട്ടബിൾ ആണ് ഹോയ്ബർഗ്. നമ്മൾ നോക്കുവാണെങ്കിൽ ബിൽഡപ്പ് ഫേസിലും മറ്റുമൊക്കെ ഓവറോൾ മാച്ചിലും നോക്കുവാണെങ്കിൽ വളരെ അൺകംഫർട്ടബിൾ ആണ്. ബിസൂമയുടെ ഒക്കെ ഒരു 30% പോലും ബോൾ ക്യാരിങ് എബിലിറ്റി ഇല്ലാത്ത പ്ലെയറാണ് ഹോയ്ബർഗ് തെളിയിക്കുകയാണ്. കാരണം പല അവസരങ്ങളും നമുക്കറിയാം ബിസൂമ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടീമിൽ. ഹോയ്ബർഗ് മേ ബി ബിസൂമയുടെ ആബ്സെൻസ് ആയിരിക്കാം ഒരു പരിധി വരെ ടോട്ടനാമിനെ ഏറ്റവും വലിച്ചത്. കാരണം ബോൾ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം പോസ്റ്റിനും എത്ര വലിയ പ്രഷറാണെന്ന് പറഞ്ഞാൽ, എത്ര വലിയ ടീമാണെന്ന് പറഞ്ഞാൽ ആളുടെ ഫിലോസഫിയിൽ സ്റ്റിക്ക് ചെയ്യും. സോ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു മോഡേൺ ഡേ DM ഹു ക്യാൻ ബീറ്റ് പ്രസ്, ഹു ക്യാൻ ഗീവ് റിലീഫ് ടു ഡിഫൻഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പല അവസരങ്ങളും ഹോയ്ബർഗ് അത് പ്രൊവൈഡ് ചെയ്യാറില്ല. ഹോയ്ബർഗിന് അത്യാവശ്യം ചെറിയൊരു പ്രസ് വരുമ്പോൾ തന്നെ ആൾ പാനിക് ആവാറുണ്ട്. അങ്ങനെ ആളുടെ പാസിംഗ് ഒന്നും അത്ര കംഫർട്ടബിൾ അല്ല. ആൾ പ്രഷറൈസ് വന്നാൽ ബോൾ കളയുന്നുള്ള ഒരു ഉറപ്പാണ്. സോ സിറ്റി വേർ ടാർഗറ്റിംഗ് ഹോയ്ബർഗ്, എസ്പെഷ്യലി ലാസ്റ്റ് മൊമെൻറ്റ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോയ്ബർഗിലോട്ട് ബോൾ വരികയാണ്. ഹോയ്ബർഗ് എന്താണ് അവിടെ കാണിക്കുന്നത് അറിയത്തില്ല. ഒരു ഫസ്റ്റ് ടച്ച് ഹെവി ആവുന്നു, വീണ്ടും അടുത്ത ടച്ചിലോട്ട് ചെല്ലാൻ പോകുമ്പോഴേക്കും അവിടെ വന്ന് ഫോഡനാന്ന് തോന്നുന്നു ബ്ലോക്ക് ചെയ്യുന്നു. ഫോഡൻ പാസ് ഡിബ്രൂയിനയിലേക്ക് മറിക്കുകയാണ്. ആൻഡ് ഡിബ്രൂയിനയുടെ സ്റ്റാൻഡേർഡ് വെച്ച് അത് ആൾ ടാർഗറ്റിൽ പോലും അടിച്ചില്ല എന്ന് പറയുമ്പോൾ ജസ്റ്റ് വൈഡിനാണ് പോകുന്നത്. പക്ഷേ അത് ഗോളെന്ന് ഉറപ്പിച്ചു. ആൾ ആ സ്റ്റേഡിയം ബോൾ ഡിബ്രൂയിനയുടെ കാലിലോട്ട് ചെന്നപ്പോൾ അത് ഗോളെന്ന് ഉറപ്പിച്ചു. എല്ലാവരും ചാടി എണ്ണീറ്റു. പക്ഷേ ഡിബ്രൂയിന അത് വെളിയിലോട്ട് എറിയാണ്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഡിബ്രൂയിന വേറെ ആരുമല്ല, ഡിബ്രൂയിന ടാർഗറ്റിൽ പോലും അടിച്ചില്ല അത്. സോ ജസ്റ്റിനാണ് പോകുന്നത്, പക്ഷേ സ്റ്റേഡിയം ഫുൾ അത് ഗോളെന്ന് ഉറപ്പിച്ചു ആ ഒരു മൂമെൻറ്റ്. സോ അങ്ങനെ വീണ്ടും ഹോയ്ബർഗ് മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ 88-ാം മിനിറ്റിലൊരു കോർണർ ലഭിക്കുകയാണ്. ആൻഡ് ഡിബ്രൂയിന ആ കോർണർ എടുക്കുകയാണ്. ഒരു സൂപ്പർ കോർണറായിരുന്നു. ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് കറക്റ്റ് എത്തുകയാണ്. ആൻഡ് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെയ്ത്തനാക്കെ വന്നത് ഫിനിഷ് ചെയ്യുക. സോ അതിലും ഒരു VAR ചെക്ക് ഉണ്ടായിരുന്നു, കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാരണം അവിടെ റൂബൻ ഡിയാസ് ഗോൾ കീപ്പറിനെ ബ്ലോക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയുണ്ടായി. VAR ചെക്ക് നടത്തുകയുണ്ടായി കുറച്ച് നേരം. പക്ഷേ അത് ക്ലിയർലി VAR ചെക്കിലൂടെ മനസ്സിലാക്കി അത് ഇറ്റ്സ് നോട്ട് എ ഫൗൾ. അത് കമൻറ്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു. അവിടെ വിക്കാരിയാണ് ഫസ്റ്റ് റൂബൻ ഡിയാസിനെ പുള്ളി ചെയ്യുന്നത്. കൂടെ റൂബൻ ഡിയാസ് ഫിസിക്കലി ശരിയാണ്, വളരെ ക്ലോസ് ആയിട്ടൊന്ന് ഗോൾ കീപ്പർ അവിടെ നിന്നെങ്കിലും ഫിസിക്കലി പുള്ളീനെ തള്ളുകയോ കൈ ഉപയോഗിക്കുകയോ ബോഡി ഉപയോഗിച്ച് തള്ളുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ അതിനാൽ തന്നെ അതൊരു ക്ലിയർ ഗോൾ തന്നെയാണ്. അത് കമൻറ്റേറ്റേഴ്സ് എടുത്തെടുത്ത ആ ഫസ്റ്റ് റീപ്ലേ തന്നെ അവർ പറയുന്നുണ്ട് ഇറ്റ്സ് എ ഗോൾ, ക്ലിയർ ഗോൾ. ഒരു ഡിസ്ട്രാക്ഷനും റൂം ഡിയാസ് ചെയ്യുന്നില്ല. സോ വിക്കാരിയോ കുറച്ചുകൂടെ അവിടെ ബെറ്ററായിട്ട് ആക്ട് ചെയ്യണമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം വിക്കാരിയോ ഷുഡ് ഹാവ് സ്റ്റുഡ് ബിറ്റ് മോർ, എന്നാ പറയുക, ഒന്ന് ഗ്രിഡായിട്ട് നിൽക്കേണ്ടായിരുന്നു. സോ അതൊരു വിക്കാരിയോടെ ഒരു ചെറിയ മിസ്റ്റേക്ക് നമുക്ക് പറയാം. ആ ഒരു സിറ്റുവേഷനിൽ ആൾ വളരെ സോഫ്റ്റ് ആയ പോലെ തോന്നി. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ ഫൗൾ. അതൊരു ക്ലിയർ ഗോൾ തന്നെയാണ്. സോ അങ്ങനെ 1-0 ലീഡ് എടുത്ത് പിന്നീട് 5 മിനിറ്റ് ആഡ് ഓൺ ടൈം കൊടുത്തു. 5 മിനിറ്റ് ആഡ് ഓൺ ടൈമിലും വലുതായിട്ടൊന്നും രണ്ട് ടീമും ഒന്നും ചെയ്തില്ല. സോ സിറ്റി ടൈം വേസ്റ്റിംഗ് എന്ന പോലെ പാസ് ചെയ്തും സെറ്റ് പീസസിലും കോർണേഴ്സിലും മറ്റുമൊക്കെ എടുത്ത് ടൈം എടുത്ത് ആ ഒരു സമയം കളയുന്നു. ടോട്ടനാം ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ടോട്ടനാം സത്യം പറഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് അണ്ടർ ആങ്കെ. സോ ഇതിനേക്കാളും മോശമായ ഓവറോൾ പെർഫോമൻസ് ടോട്ടനാം ഡിഫൻസീവിലേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും ഗോയിങ് ഫോർവേഡ് ക്രിയേറ്റ് നത്തിങ് എന്ന് തന്നെ പറയണം. ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. അത് ഹോമിലായിരുന്നിട്ട് കൂടെ ശരിയാണ്, സണ്ണിനെ മിസ് ചെയ്യുന്നുണ്ട്, ബിസൂമയില്ല, മാഡിൻസൺ ഓഫ് ദ ബെഞ്ചാണോ അങ്ങനെ സമ്മതിച്ചു. പക്ഷേ എന്നാലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ടോട്ടനാം ഗോയിങ് ഫോർവേഡ് പെർഫോം ചെയ്യണം. അതാണ് ഡിഫൻസീവ്ലി വൺ ഓഫ് ദ സോളിഡ് പെർഫോമൻസ് ഓവറോൾ എന്ന് വേണേൽ പറയാം. പക്ഷേ ഹോയ്ബർഗിന് എന്തുകൊണ്ട് ആങ്കെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ക്ലിയർലി ഈ മാച്ച് എടുത്തു കാണിച്ചാണ്, എസ്പെഷ്യലി ആളുടെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ്. സോ ഇതാണ് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ളത്. പെപ്പും സംഘവും അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. സോ നമുക്കറിയാം ടോട്ടനാം എവേ ചെന്നൊരു ഗോൾ അടിക്കുകയാണ് തൻ്റെ അടുത്ത ബിഗ് ലക്ഷ്യമെന്ന് പെപ്പ് പറഞ്ഞിരുന്നു. സോ അത് നടന്നിരിക്കുകയാണ്. വീണ്ടും ഡ്രോ ആയിട്ട് അടുത്ത എത്തിഹാഡിൽ ചെന്ന് അടുത്ത ലെഗ് കളിക്കേണ്ട വരുമോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. ഓൾമോസ്റ്റ് ആ ഒരു സിറ്റുവേഷനിലോട്ടാണ്. ഒരു 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു 2 സുഖം ചാൻസുകൾ സിറ്റി മിസ് ചെയ്തപ്പോൾ ഓക്കെ, ഇന്ന് ടോട്ടനാം മേ ബി മോശമായിട്ട് അതോ അവരുടെ ബെസ്റ്റിലല്ലെങ്കിലും എങ്ങനെയും ഒക്കെ ഒരു ഡ്രോയും പിടിച്ചുകൊണ്ട് പോകും. സിറ്റി അവരുടെ ബെസ്റ്റിലല്ലായിരുന്നു. സിറ്റി അവരുടെ ഒട്ടും ബെസ്റ്റിലല്ലായിരുന്നു. സിറ്റി അവസാനം ഡിബ്രൂയിനെ ഡോക്കും ഇറങ്ങിയ ശേഷമാണ് ഇത്രയും സെക്കൻഡ് ഹാഫിലൊരു മൊമെൻറ്റം വന്നത്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാളും പോരായിരുന്നു. സെക്കൻഡ് ഹാഫ് ഓവറോൾ ആ ലാസ്റ്റ് 10 മിനിറ്റ്സ് ആയിരുന്നു പിന്നെയും എന്തെങ്കിലുമൊക്കെ എന്ന് പറയാനായിട്ടുള്ളത്. മാച്ച് ഓവറോൾ വളരെ ബോറിംഗ് ആയ ഒരു മാച്ചായിരുന്നു. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ബോറിംഗ് ആയ മാച്ച്. എക്സ്പെക്ട് ചെയ്ത ആ ഒരു ത്രില്ല് വന്നില്ല. സോ നെക്സ്റ്റ് ലെഗ് എത്തിഹാടി കളിക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്നും ആക്കയുടെ ഗോളിലൂടെ
ഒരു ലീഡെടുത്ത് സിറ്റി 1-0 ഒരു നാരോ വിക്ടറി നേടിയിരിക്കുകയാണ്. ഡിസേർവിങ് വിക്ടറി ആണോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഡിസേർവിങ്. സിറ്റി തന്നെയായിരുന്നു രണ്ടിലും ബെറ്റർ ടീം. രണ്ട് ടീമും അവരുടെ ബെസ്റ്റിലല്ലായിരുന്നു, പക്ഷേ സിറ്റി ആയിരുന്നു ഉള്ളത് ബെറ്റർ എന്ന് പറയാം. ആൻഡ് പെപ്പ് വിൽ ബി ഹാപ്പി ഇൻ ടു ദ നെക്സ്റ്റ് റൗണ്ട്. ഇത്രേ ഉള്ളൂ. സോ ടോട്ടനാം ഈ സീസൺ ട്രോഫി അടിക്കാനായിട്ടുള്ള മേ ബി ഒരു ലാസ്റ്റ് അവസരമായിരുന്നു തോന്നുന്നു, അതും പോയി. എന്തായാലും യൂറോപ്യൻ ട്രോഫീസ് ഒന്നും അടിക്കാൻ ചാൻസ് കാണുന്നില്ല, ഒന്നുമില്ല. അവിടുന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗ് ടോപ്പ് 4 ആയിരിക്കും, അല്ലാതെ പ്രീമിയർ ലീഗ് അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. FA കപ്പിൽ നിന്നും പോയി, ആൻഡ് കറബോ കപ്പിൽ നിന്നും പോയായിരുന്നു. സോ ഓവറോൾ ഏറ്റവും ട്രോഫിലെസ് സീസൺ ഫോർ ആംഗേഴ്സ് ടീം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും